വചനദീപ്തിയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വീണ്ടും തിരുവചന മണിക്കൂറുകളിൽ ഒരുമിച്ച് കൂടുവാൻ കർത്താവ് ഒരുക്കിയ ഈ അനുഗ്രഹീത ദിനത്തെ ഓർത്ത് നന്ദി പറയുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 13-ാം അധ്യായം അതിൻ്റെ 33-34 തിരുവചനങ്ങൾ പിതാക്കന്മാർക്ക് നൽകിയിരുന്ന വാഗ്ദാനം യേശുവിനെ ഉയർപ്പിച്ചുകൊണ്ട് ദൈവം മക്കളായ നമുക്ക് നിറവേറ്റി തന്നിരിക്കുന്നു. 2-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ടല്ലോ, നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി. നാശത്തിൻ്റെ അവസ്ഥയിലേക്ക് തിരിച്ചു ചെല്ലാനാവാത്ത വിധം മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ചതിനെക്കുറിച്ച് അവിടുന്ന് ഇങ്ങനെ അരുളി ചെയ്തു, ദാവീദിന് വാഗ്ദാനം ചെയ്യപ്പെട്ട വിശ്വസ്തവും വിശുദ്ധവുമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഞാൻ നൽകും. ദാവീദിന് വാഗ്ദാനം ചെയ്യപ്പെട്ട വിശ്വസ്തവും വിശുദ്ധവുമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഞാൻ നൽകും. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ കർത്താവ് ഉദ്ധിതനായ ദൈവം പീഡകൾ സഹിച്ച അനുഗ്രഹത്തിലേക്ക് നമ്മെ വഴി നടത്തി എന്നൊക്കെ നമ്മൾ ഉറച്ച് വിശ്വസിക്കുമ്പോൾ ഈ അനുഗ്രഹത്തിൻ്റെ അവകാശം എന്തെന്ന് കൂടി നമ്മൾ വ്യക്തമായി തിരിച്ചറിഞ്ഞിരിക്കണം. ഈ തിരിച്ചറിവുള്ള വ്യക്തി ജീവിതത്തിൽ പതറിപ്പോവാതെ യേശുവിനെ മുറുകെ പിടിക്കാനുള്ളൊരു ഒരു വലിയ കരുത്ത് അവനിൽ രൂപപ്പെടും. പിതാക്കന്മാർക്ക് നൽകിയിരുന്ന വാഗ്ദാനം യേശുവിനെ ഉയർപ്പിച്ചുകൊണ്ട് ദൈവം മക്കളായ നമുക്ക് നിറവേറ്റി തന്നിരിക്കുന്നു. മക്കളായ നമുക്ക് യേശുവിനെ ഉയർപ്പിച്ചുകൊണ്ട് പിതാക്കന്മാർക്ക് നൽകിയിരുന്ന വാഗ്ദാനം, എന്നിട്ട് അവിടെ നമ്മൾ കാണുന്നത് ദാവീദിന് വാഗ്ദാനം ചെയ്യപ്പെട്ട വിശ്വസ്തവും വിശുദ്ധവുമായ അനുഗ്രഹങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരും. ദാവീദിന് വാഗ്ദാനം ചെയ്യപ്പെട്ട വിശ്വസ്തവും വിശുദ്ധവുമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഞാൻ തരും. യേശുവിൻ്റെ ഉത്ഥാനത്തിന് പിന്നാലെ അനുഗ്രഹത്തിൻ്റെ ഒരു പെരുമഴ അല്ലെങ്കിൽ നിലയ്ക്കാത്തൊരു പ്രവാഹം നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് ഒഴുക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ദാവീദിനെക്കുറിച്ച്. രാജാവ് കൊട്ടാരത്തിൽ വസിക്കുകയും ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്ന് കർത്താവ് അവന് സ്വസ്ഥത നൽകുകയും ചെയ്തു. രാജാവ്, അതായത് ദാവീദ്, കൊട്ടാരത്തിൽ വസിക്കുകയും ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്ന് കർത്താവ് അവന് സ്വസ്ഥത നൽകുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇന്നും മനുഷ്യനില്ലാത്ത ഒരു കാര്യമാണ് സ്വസ്ഥത എന്നുള്ളത്. അധികാരമുള്ളവനും അവകാശമുള്ളവനും സംരക്ഷണമുള്ളവനും ഒക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ടെൻഷനാണ്. എന്ത് കാര്യമെടുത്താലും സ്വസ്ഥത പോയ മനുഷ്യർ, ഉറങ്ങാൻ പോലും സ്വസ്ഥത കിട്ടുന്നില്ല. ഓരോ പ്രവൃത്തി കഴിയുന്നതനുസരിച്ച് അസ്വസ്ഥതയുടെ അളവ് കൂടുകയാണ്. അനുഗ്രഹം കൂടുന്നു എന്ന് പറയുന്നവർ പോലും അസ്വസ്ഥതയിൽപ്പെട്ട് ഞെരിവിരി കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഭക്തിയിലാണെന്ന് പറയുന്നവർ പോലും. എന്തുകൊണ്ടാണ് ദൈവജനം ഇങ്ങനെ അസ്വസ്ഥരും സമാധാനം കെട്ടവരുമൊക്കെയായി ഇങ്ങനെ ഒരു ഗതി കിട്ടാത്തവരെ പോലെ അലയുന്നത്? ഈ ഒരൊറ്റ അനുഗ്രഹത്തിൻ്റെ കുറവാണ് അവൻ്റെ ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവകാശം, ഇതിനെക്കുറിച്ചുള്ള ബോധ്യം നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഇത് നമുക്ക് വേണ്ടി ദൈവം പ്രദാനം ചെയ്തിരിക്കുന്ന അതിശക്തമായ നമ്മെ സുരക്ഷിതമാക്കുന്നൊരു വിശേഷപ്പെട്ടതും വിശുദ്ധവുമായ ഒരു അനുഗ്രഹമാണ്. അത് എഴുതി വച്ചിരിക്കുന്നത്, ദാവീദിന് വാഗ്ദാനം ചെയ്യപ്പെട്ട വിശ്വസ്തവും വിശുദ്ധവുമായ അനുഗ്രഹം. ദാവീദിന് കൊടുത്തത് വിശ്വസ്തമായ അനുഗ്രഹം, അത് വിശുദ്ധമായ അനുഗ്രഹം, അത് നമുക്ക് ദൈവം തന്നിരിക്കുകയാണ്. അതിൽ ആദ്യത്തെ പടി ഇതാണ്, ഒന്ന് സ്വസ്ഥത. പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ ലഭിച്ചാലും എവിടെയൊക്കെ നിന്നാലും എങ്ങനെയൊക്കെ ആയിത്തീർന്നാലും സ്വസ്ഥത ഇല്ലാത്തവന് എന്ത് കിട്ടിയിട്ടും ഒരു കാര്യമില്ല. എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല. സാമുവേൽ പ്രവാചകൻ 2-ാം പുസ്തകം വായിക്കുമ്പോൾ കാണുന്നൊരു കാര്യമുണ്ട്. അവിടെ ബലിപീഠം പണിത് ദാവീദ് കർത്താവിന് ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു. കർത്താവ് ദാവീദിന്റെ പ്രാർത്ഥന കേട്ട് ഇസ്രായേലിൽ നിന്ന് മഹാമാരി വിട്ടുപോയി. ദാവീദിന്റെ ഒരു വിശേഷപ്പെട്ട അനുഗ്രഹമാണ് രോഗപീഠകളിൽ നിന്നുള്ള വിമുക്തി. ഇന്ന് പ്രാർത്ഥിക്കുന്നു, ധ്യാനിക്കുന്നു, വചനമറിയാം, അതറിയാം, ഇതറിയാം എന്നൊക്കെ പറയുന്ന മനുഷ്യർ വരുമ്പോൾ പലപ്പോഴും സങ്കടം തോന്നും. കാരണം എന്തെന്നറിയോ? ഒന്നിനു പുറകെ ഒന്നായി രോഗങ്ങൾ അവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു രോഗത്തെ പോലും അവൻ്റെതായ ഒരു ഇതുകൊണ്ട് കീഴടക്കാൻ പറ്റുന്നില്ല. അവൻ ദുർബലനായിക്കൊണ്ടിരിക്കുകയാണ്. വചനം പറയുന്നുണ്ടല്ലോ, ചെറുപ്പക്കാർ വരെ ശക്തിയേറ്റു വീഴും, കർത്താവിൽ ആശ്രയിക്കുന്നവർ ശക്തി പ്രാപിക്കും. ഇത് ശക്തി പ്രാപിക്കുകയല്ല ചെയ്യുന്നത്,
ഓരോ ദിവസം കഴിയുന്തോറും ദുർബലത കൂടി 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 വരികയും രോഗം ആക്രമിക്കുകയും ചെയ്യുകയാണ്. ചിലരൊക്കെ പറയാറുണ്ട്, മുടങ്ങാതെ ഞാൻ ദേവാലയത്തിൽ പോകുന്നു, ബലിയർപ്പിക്കുന്നു, ധ്യാനം പ്രാർത്ഥന ഒക്കെ ഉണ്ട്, വചനമൊക്കെ അറിയാം, രോഗശാന്തി വചനമൊക്കെ ഞാൻ പഠിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ അവന് സൗഖ്യമില്ല. ഇവിടെ ദാവീദിനെ നോക്കുക. ദാവീദ് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മഹാമാരി വിട്ടുപോവുകയാണ്. ഈ വാഗ്ദാനം ചെയ്യപ്പെട്ട അനുഗ്രഹം നമ്മുടെ അവകാശമാണ്. ഇത് നമ്മുടെ അവകാശമാണ്. യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചുകൊണ്ട് ദാവീദിന് വാഗ്ദാനം ചെയ്യപ്പെട്ട വിശുദ്ധവുമായ അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി നമ്മളെ സംബന്ധിച്ചിട്ട് ഉയർപ്പ് കഴിഞ്ഞു, പെന്തക്കോസ്ത് അനുഭവം കഴിഞ്ഞു, നമ്മളത് വിട്ടു. ഇനി നമ്മൾ അടുത്ത ടൈം വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും, കുറച്ച് ധ്യാനമൊക്കെ നടത്തും. പരിപാടി കഴിഞ്ഞു, പരിപാടികളിലൂടെ പോവുകയാണ്. അനുഗ്രഹത്തിൻ്റെ 7 അരികത്ത് നമ്മൾ എത്തിച്ചേരുന്നില്ല. നമ്മുടെ അവകാശം എവിടെയൊക്കെ കിടക്കുകയാണ്. എന്തുകൊണ്ട് ഇത് കൈപ്പിടിയിൽ ഒതുങ്ങുന്നില്ല? പ്രിയപ്പെട്ടവരെ, അറിയണം, അവൻ്റെ അവകാശം എന്തെന്ന് അവൻ അറിഞ്ഞു കഴിഞ്ഞിട്ട് ക്രിസ്തുവിനെ പിടിച്ചാൽ പിന്നെ പിടിവിടില്ല. ശമൂവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകത്തിൽ 21-ാം അധ്യായത്തിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്: ഫിലിസ്ത്യരും ഇസ്രായേലരുമായി യുദ്ധമുണ്ടായി. ദാവീദ് പടയാളികളുമായി ചെന്ന് ഫിലിസ്ത്യരോട് യുദ്ധം ചെയ്തു. അവൻ തളർന്നു. മല്ലന്മാരുടെ വംശത്തിൽപ്പെട്ട ഇഷ്ബി ബെനോബ് ദാവീദിനെ കൊല്ലണമെന്ന് വിചാരിച്ചു. അവൻ്റെ ഓടുകൊണ്ടുള്ള കുന്തത്തിന് 300 ഷെക്കൽ ഭാരമുണ്ടായിരുന്നു. അവൻ അരയിൽ വാൾ ധരിച്ചിരുന്നു. എന്നാൽ സെരൂയയുടെ മകൻ അബിഷായി ദാവീദിന്റെ സഹായത്തിനെത്തി. അവനെ അടിച്ചു വീഴ്ത്തി കൊന്നുകളഞ്ഞു. ഇസ്രായേലിന്റെ ദീപം അണയാതിരിക്കേണ്ടതിന് അങ്ങ് ഞങ്ങളോടുകൂടെ യുദ്ധത്തിന് പോരരുതെന്ന് പറഞ്ഞ പടയാളികൾ ദാവീദിനെ കൊണ്ട് സത്യം ചെയ്യിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതുപോലൊരു മല്ലൻ ഗോലിയാത്തിനെ വീഴ്ത്തിയാണ് ദാവീദ് തൻ്റെ അനുഗ്രഹത്തിൻ്റെ ചുവടുവയ്പ് ആരംഭിച്ചത്. നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു വാക്കാണ്, നമ്മൾ വായിച്ചിട്ടുള്ളതാണ്, നമുക്ക് കാണാപ്പാടമാണ്, നമ്മൾ അറിവുള്ളതാണ്. അങ്ങനെ ഗോലിയാത്തിനെ വീഴ്ത്തിയ ദാവീദ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, വീണ്ടും ഫിലിസ്ത്യരുമായി യുദ്ധം ഉണ്ടാകുമ്പോൾ അതേപോലൊരുത്തൻ ദാവീദുമായി ഏറ്റുമുട്ടുന്നു. ദാവീദ് തളരുന്നു, മരണം മുന്നിലാണ്. പക്ഷെ ദൈവം അനുവദിക്കുന്നില്ല. തക്ക സമയത്ത് ആളെ ഇറക്കുക ദൈവം. എന്താ ഇതിൻ്റെ അർത്ഥം എന്നറിയോ? ഒരിക്കൽ നാം വിജയിച്ചതിൽ വീണ്ടും പരാജയപ്പെടാൻ ദൈവം അനുവദിക്കില്ല. ഒരിക്കൽ നാം വിജയം വരിച്ചെടുത്ത് വീണ്ടും തകർക്കപ്പെടാൻ ദൈവം അനുവദിക്കില്ല. ഒരിക്കൽ നമ്മൾ ഉറപ്പിക്കപ്പെട്ട സ്ഥാനത്ത് നിന്ന് പറിച്ചെറിയപ്പെടാൻ ദൈവം സമ്മതിക്കില്ല. ഇങ്ങനെ ഒരു അവകാശം ദൈവം ദാവീദിന്റെ മേല് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ, ഈ ഒരു അവകാശത്തെക്കുറിച്ച് അവബോധം ഉണ്ടെങ്കിൽ, അത് നമ്മുടേതാണെന്ന് നമ്മൾ വിശ്വസിക്കുക തന്നെ വേണം. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ആ വചനം ഓർക്കുന്നത്. ദാവീദിന് വാഗ്ദാനം ചെയ്യപ്പെട്ട വിശുദ്ധമായ അനുഗ്രഹങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരും. എങ്ങനെ? പിതാക്കന്മാർക്ക് നൽകിയിരുന്ന വാഗ്ദാനം യേശുവിനെ ഉയർപ്പിച്ചുകൊണ്ട് മക്കളായ നമുക്ക് നിറവേറ്റി തന്നിരിക്കുന്നു. തരാൻ പോകുന്നു, വരും എന്നല്ല പറഞ്ഞത്, നിറവേറ്റി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നടപ്പിൽ വരുത്തിയിരിക്കുകയാണ്. ഈ അവകാശം കിട്ടിയാ പിന്നെ എന്നാ നോക്കാനാ? ചുവട് വെക്കുന്നിടത്തുറപ്പാണ്, നമ്മൾ ഇറങ്ങുന്നിടത്തുറപ്പാണ്. പണ്ട് ഇസ്രായേലിനോട് പറഞ്ഞില്ലേ, നിന്റെ കാല് കുത്തുന്ന ദേശം നിനക്കുള്ളതാ, നിന്റെ കാല് കുത്തുന്നത്. ദാവീദ് അങ്ങനെ ഒരുത്തനായിരുന്നു. ഇറങ്ങി പുറപ്പെട്ടെടുത്തൊക്കെ വിജയം. എത്ര ശത്രുക്കൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ നമ്മൾ വചനം വായിച്ചു കേട്ടത്, രാജാവ് കൊട്ടാരത്തിൽ വസിക്കുകയും ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്ന്, രോഗം ശത്രുവാകാം, പ്രിയപ്പെട്ടവർ ശത്രുവാകാം, എന്തിന്? മക്കൾ വരെ ശത്രുവായില്ല അദ്ദേഹത്തിന്. സ്വസ്ഥത പോയില്ല. ദൈവം കൊടുത്ത വാഗ്ദാനം അതങ്ങനെ തന്നെ നിൽക്കും. ഇത് നമുക്കും കൂടെ ഉള്ളതാ. ഇത് വേദപുസ്തകത്തിൻ്റെ ഒരു ഓരത്തിങ്ങനെ ഒതുക്കി വെക്കുന്ന ഒരു പഴയ പുരാതനമായ ചില വസ്തുക്കൾ കാണാൻ നമ്മൾ പോകൂലേ? പുരാതന അവശിഷ്ടങ്ങൾ എന്ന മട്ടിൽ വെച്ചിരിക്കുന്ന ഒന്നുമല്ല, ഇപ്പോഴും ആക്റ്റീവാണിത്. ഇതിപ്പോഴും ഉള്ളതാ. ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നറിഞ്ഞാൽ പിന്നെ നമ്മൾ ആരാ? പ്രിയപ്പെട്ടവരെ, എന്താ ദാവീദിന്റെ അനുഗ്രഹം? ദാവീദിന്റെ അനുഗ്രഹം വായിച്ചു നോക്കുമ്പോൾ നമ്മൾ ഞെട്ടും. ആട്ടിടനായിരുന്നവനെ ഇസ്രായേലിന്റെ അധിപതിയാക്കി. എന്നിട്ട് പറഞ്ഞു, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും, നിന്റെ ശത്രുക്കളെ ഞാൻ നശിപ്പിക്കും, ഭൂമിയിലെ മഹാത്മാക്കളെ പോലെ ഞാൻ നിന്നെ മഹാനാക്കും, ശത്രുക്കൾ നിനക്ക് ഞാൻ ശാന്തി നൽകും. വളരെ പ്രധാനപ്പെട്ട നമ്മളോട് ഒരാൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് നമുക്ക് തോന്നിയാലോ മനസ്സിലായാലോ സ്വസ്ഥത പോകുന്ന നമ്മുടെയാ. ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, നിന്റെ ശത്രുക്കളിൽ നിന്ന് നിനക്ക് ഞാൻ ശാന്തി നൽകും. എന്നിട്ട് പറയും, നിന്നെ ഒരു വംശമായി വളർത്തും.
അടുത്ത പറയാണ്, ദിനങ്ങൾ തികഞ്ഞു നീ പൂർവികരോട് ചേരും. ദീർഘായുസ്. ദീർഘായുസ് ഇന്ന് പല ഭക്തന്മാരായ വ്യക്തികൾക്കും ഇല്ലാതെ പോകുന്ന ഒരു സംഭവമാണ്. പ്രിയപ്പെട്ടവർ എഴുതിയത്, ദിനങ്ങൾ തികഞ്ഞു നീ പൂർവികരോട് ചേരും. അടുത്ത പറയുന്നു, തലമുറ തലമുറ അനുഗ്രഹമാകും, അത് ഉയർച്ചയിലാകും. എന്നിട്ട് പറയുന്നു, എൻ്റെ സ്ഥിര സ്നേഹം ഞാൻ പിൻവലിക്കുകയില്ല. എൻ്റെ സ്ഥിര സ്നേഹം ഞാൻ പിൻവലിക്കുകയില്ല. എന്നിട്ട് പറയുന്നു, നിന്റെ കുടുംബവും രാജത്വവും എൻ്റെ മുൻപിൽ സ്ഥിരമായിരിക്കും. കുടുംബവും രാജത്വവും എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി എത്ര അധികാരമുണ്ടെങ്കിലും അവൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിരതയും സ്വസ്ഥതയും സമാധാനവും അവന് ഉണ്ടെങ്കിൽ മാത്രമേ അവൻ്റെ ഭരണം പോലും കൃത്യതയുള്ളതാവൂ. ഇവിടെ പറയുന്നു, സ്വസ്ഥത സമാധാനം അവന് സ്ഥിരതയായിട്ട് കൊടുക്കും. അവൻ്റെ രാജത്വവും അവൻ്റെ സ്ഥിരത, അവൻ്റെ കുടുംബവും സ്ഥിരമായിരിക്കും. അകുലപ്പെടരുത്. എൻ്റെ കുടുംബം ചെതറിപ്പോകുമോ, എൻ്റെ കുടുംബം നശിച്ചു പോകുമോ, എൻ്റെ അവകാശം പോകുമോ, എൻ്റെ അധികാരം പോകുമോ? പോവില്ല. ഉറപ്പിച്ചേക്കുക ദൈവം. ശക്തനായവൻ ഉറപ്പിച്ച് നിർത്തിയിരിക്കുക. ദാവീദിന് കൊടുത്തിരിക്കുന്ന അനുഗ്രഹം. എന്നിട്ട് പറയുന്നു, നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. ഇത് ചെറിയ അനുഗ്രഹമല്ല. ഇത് ചെറിയ അനുഗ്രഹമല്ല പ്രിയപ്പെട്ട ദൈവജനമേ. ഇത് നമ്മുടെ 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 അവകാശം. ഇത് നമ്മുടെ അവകാശം. ക്രിസ്തുവിനെ ഉയർപ്പിച്ചതിന് ശേഷം പിതാക്കന്മാർക്ക് നൽകിയിരുന്ന വാഗ്ദാനം യേശുവിനെ ഉയർപ്പിച്ചുകൊണ്ട് ദൈവം മക്കളായ നമുക്ക് നിറവേറ്റി തന്നിരിക്കുകയാണ്. ഈ അവകാശത്തെ നമ്മൾ കൈവിടരുത്. ഇത് നമ്മൾ മുറുകെ പിടിക്കണം. പ്രിയപ്പെട്ടവർ, അപ്പസ്തോല പ്രവർത്തനത്തിൽ 13-ാം അധ്യായത്തിൽ വചനം ഇങ്ങനെ തുടരുകയാണ്. ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവഹിതം നിറവേറ്റിയതിനു ശേഷം എന്ന് പറഞ്ഞാൽ ഈ അനുഗ്രഹങ്ങളിലൂടെയെല്ലാം അദ്ദേഹം വളരെ മനോഹരമായി സഞ്ചരിച്ച് ദീർഘായുസ് പ്രാപിച്ച് മരണം പ്രാപിച്ചു. എന്നിട്ട് പറയുന്നു, അവൻ പിതാക്കന്മാരോട് ചേരുകയും ജീർണത പ്രാപിക്കുകയും ചെയ്തു. എന്നാൽ ദൈവം ഉയർപ്പിച്ചവനാകട്ടെ, യേശു ക്രിസ്തു ദൈവം ഉയർപ്പിച്ചവനാകട്ടെ ജീർണത പ്രാപിച്ചില്ല. സഹോദരരെ, നിങ്ങൾ ഇത് അറിഞ്ഞുകൊള്ളുവിൻ, നിങ്ങൾക്ക് പാപമോചനം പ്രഘോഷിക്കപ്പെട്ടിരിക്കുന്നത് ഇവൻ വഴിയത്രേ. മോശയുടെ നിയമം വഴി നീതീകരണം ലഭിക്കാനാവാത്ത കാര്യങ്ങളുണ്ട്. വചനം തുടരുകയാണ്, വിശ്വസിക്കുന്നവർക്ക് അവൻ വഴി അവയിൽ നീതീകരണം ലഭിക്കും. മോശയുടെ നിയമം വഴി നീതീകരണം ലഭിക്കാനാവാത്ത കാര്യങ്ങളുണ്ട്. മോശയുടെ നിയമം വഴി നീതീകരണം ലഭിക്കാനാവാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മോശയുടെ കാലത്ത് ദൈവം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. മോശയുടെ നിയമം വഴി നീതീകരണം ലഭിക്കാനാവാത്ത കാര്യങ്ങൾ. എന്നിട്ട് പറയുന്നു, എന്താണ് ആ കാര്യങ്ങൾ? മോശയുടെ കാലത്തെ നിയമങ്ങളുടെ നീതീകരണം നമ്മൾ ഞെട്ടും. പ്രതികാരത്തിൻ്റെ നിയമമൊക്കെ ലേവ്യരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക. പ്രതികാരത്തിൻ്റെ നിയമം, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. എന്നിട്ട് പറയുന്നു, ദൈവദൂഷണം പറഞ്ഞവനെ കൊല്ലണം, കല്ലെറിയണം, അയൽക്കാരനെ അംഗഭംഗപ്പെടുത്തുന്നവനോട് അങ്ങനെ തന്നെ ചെയ്യണം. ഇങ്ങനെ അന്നിങ്ങനെ ഒരു ലിസ്റ്റ് അടിച്ചു വെച്ചിരിക്കുക. വല്ലാത്ത ഒരു നിയമങ്ങളാണ്. മോശയുടെ കാലത്ത് നിയമം വഴി നീതീകരണം ലഭിക്കാനാവാത്ത കാര്യമുണ്ട്. നമുക്കൊരു നീതിയും കിട്ടില്ല. ആ എഴുതി വെച്ചിരിക്കുന്നത് അതുപോലെ നടക്കണം. അത് നടത്തും. അതിൻ്റെ മേല് അധികാരത്തോടെ കടന്നു കയറി മനുഷ്യന് സ്വസ്ഥത കൊടുത്ത ആളാണ് ക്രിസ്തു. ക്രിസ്തുവിൻ്റെ പ്രത്യേകത അതാണ്. അതിൻ്റെ മേല് ക്രിസ്തു തൻ്റെ അധികാരം പ്രയോജനപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ കാണുന്ന ഒരു കാര്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 28:18 യേശു അവരെ സമീപിച്ച് അരുൾ ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കും, ഈ 3 വർഷക്കാലം കൊണ്ട് പിടിച്ചെടുത്തൊരു അധികാരം. അല്ലല്ല, ഇതിൻ്റെ ആരംഭം തൊട്ട് ആദിയും അന്ത്യവുമായവനാണ്. എല്ലാറ്റിൻ്റെ മേലും അധികാരമുണ്ട്. ഇതെങ്ങനെ അറിയാമെന്നറിയോ? ലേവ്യരുടെ പുസ്തകം പരിശോധിക്കുമ്പോൾ വ്യഭിചാരം ചെയ്യുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. മരണശിക്ഷ, അത് അന്നത്തെ നിയമം അങ്ങനെയാണ്. നമ്മൾ കാണുന്നുണ്ടല്ലോ, ഒരു ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോൾ ധൂർത്തൻ്റെ ചേട്ടൻ പറയുന്നൊരു കാര്യമുണ്ട്. ഇവൻ മോശമായ സ്ത്രീകളോട് കൂടെയായിരുന്നു. അപ്പം അവൻ പറഞ്ഞ നിയമമാണ്. അവൻ പറഞ്ഞത് വൈരാഗ്യമോ വെറുപ്പോ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ വചനം വ്യക്തമായി പരിശോധിച്ചാൽ ബോധ്യം കിട്ടും അവൻ പറഞ്ഞ നിയമമാണെന്നേ. അവൻ നിയമം അനുസരിച്ച് അതിൻ്റെ റൂട്ട് അവൻ പറയാണ് കൃത്യം. ഇതാണ് ഇതിൻ്റെ ഏർപ്പാട്. ഇതാണ് ആ ക്ഷണം അവൻ കൊല്ലപ്പെടേണ്ടതാ. പക്ഷെ അവിടെ പറഞ്ഞു നോക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവൻ മൃതനായിരുന്നു. കാരണം എന്തെന്നറിയോ? അവൻ അവിടെ ഒരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ട്. ധൂർത്തൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അതൊരിക്കലും നമുക്ക് പെട്ടെന്ന് പിടികിട്ടാത്തൊരു കാര്യമാണ്. കാരണം അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്,
നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രായേലിന് അനുതാപവും പാപമോചനവും നൽകാൻ ദൈവം അവനെ നാഥനും രക്ഷകനുമായി തൻ്റെ വലതുഭാഗത്ത് ഉയർത്തി. അനുതാപവും പാപമോചനവും നൽകാൻ. ഓർത്തോണം, ഈ ധൂർത്തൻ രക്ഷപ്പെട്ട എവിടെയാണെന്നറിയോ? ഈ ഉയർപ്പിന്റെ അനുഗ്രഹത്തിന്റെ സമൃദ്ധി അവിടെ കിടപ്പുണ്ട്. അത് അനുതാപവും പാപമോചനവും ആരിൽ പുറപ്പെടുന്നുവോ അവന്റെ മേൽ ഈ അവകാശം കയറി വരും. അവന്റെ മേൽ അവകാശം കയറി വരും. അവൻ കൊല്ലപ്പെടുന്നില്ല. നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവനെ കല്ലെറിഞ്ഞു കൊല്ലണം. അത് നിയമം പാലിക്കാനാണ് യേശുവിന്റെ മുമ്പിൽ ഒരു പാപിനിയെ കൊണ്ടുവന്നത്. അവർ നിയമം വള്ളി പുള്ളി തെറ്റാതെ, തല പോകണ കാര്യമാണ്, അത് നടപ്പിലാക്കിയേ പറ്റൂ. അവരവളെ കൊണ്ടുവരുമ്പോൾ അവിടെ യേശു അവളെ രക്ഷിച്ചത് മോശയുടെ നിയമം വഴി നീതീകരണം ലഭിക്കാനാവാത്ത കാര്യമാണ്. അതിന് ശിക്ഷയാണ്, മരണം മാത്രമാണ് അതിന് പ്രതിവിധിയുള്ള മരണമാണ് അതിന് ആ നിയമം നടപ്പിലാക്കാനുള്ള വഴി. നടപ്പിലാക്കാൻ പോവുക അവര്. പക്ഷേ പാപമോചകൻ അവൾക്ക് വിടുതൽ കൊടുക്കുകയാണ്. ആ നിയമത്തിന്റെ മേല് ദൈവം ഒരു കാര്യം പറയാണ്, മേലിൽ പാപം ചെയ്യരുത്. ഒരൊറ്റ കാര്യം കൊണ്ട് കർത്താവ് അതിൻ്റെ ഇവിടെയാണ് യേശു ക്രിസ്തുവിന്റെ കരുത്ത്. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും മേലുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഈ നിയമത്തെയൊക്കെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി കാരുണ്യം കൊണ്ട് നിറച്ച് തൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ച് സ്വസ്ഥത നൽകുന്ന ദാവീദിന് കൊടുത്തില്ലേ ശത്രുക്കളിൽ നിന്ന് സ്വസ്ഥത, ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്ന് സ്വസ്ഥത. ഇത് കൊടുത്തേക്കുക. ഇവിടെ ഒരു കുഴപ്പമുണ്ട്. മേലിൽ പാപം ചെയ്യരുത്. ഈ ഒരൊറ്റ പോയിന്റിൽ നിന്ന് അങ്ങാനും മാറിയ വിവരറിയും. ഏതാനും നാളുകൾക്ക് മുമ്പ് ധ്യാനകേന്ദ്രത്തിൽ വന്നൊരു സഹോദരൻ, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. പൂർവികർ മുഴുവനും പൈശാചിക പാതയിലായിരുന്നു. ഇയാളാകട്ടെ ധൂർത്തപുത്രനെ പോലെ അങ്ങനെ ലോകത്തിന്റെ പാപസുഖങ്ങളിലൊക്കെ വ്യാപരിച്ച് നടന്നവൻ. അവൻ അങ്ങനെ നടന്ന കാലത്ത് അവൻ യേശു ക്രിസ്തുവിനെ അറിഞ്ഞു. വിജാതീയനായിരുന്നു. യേശുവിനെ അറിഞ്ഞതോടുകൂടി അവന് തീരുമാനം ഉറപ്പിച്ചു, എനിക്ക് യേശുവിൻ്റെതാകണം. അവൻ കർത്താവിൻ്റെതായി മാറി. പിന്നെ യേശുവിന് വേണ്ടി അവൻ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ദാവീദിനെ പോലെ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി. അവൻ്റെ ജോലി മേഖല അനുഗ്രഹിക്കപ്പെടുന്നു, സാമ്പത്തിക മേഖല അനുഗ്രഹിക്കപ്പെടുന്നു. ചെല്ലുന്നിടത്തൊക്കെ വലിയ സമാധാനം, സ്വസ്ഥതയുടെ ഒരു വിളനിലമായി മാറി അവൻ്റെ ഹൃദയം. എന്നാൽ ഇടക്കാലത്ത് വെച്ച് അവൻ ഒരു സഹോദരിയെ പരിചയപ്പെട്ടു. മറ്റൊരുവന്റെ ഭാര്യ, അവൾ വിവാഹമോചനം നടത്തി വന്നിരിക്കുക. ഇവർ തമ്മിൽ ജീവിതം ആരംഭിച്ചു. 1, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. 2, വ്യഭിചാരം ചെയ്യരുത് എന്നുള്ള ഈ പ്രമാണങ്ങൾ, ഈ 2 കൽപ്പനകൾ ഇതിനകത്ത് ഇവൻ ലംഘിക്കുകയാണ്. എന്ത് സംഭവിച്ചു? ഇവന്റെ ജീവിതത്തിൽ ഇന്നലെ വരെ ദൈവം മാറ്റിക്കൊടുത്ത സകല തിന്മകളും ഇടിച്ചു കയറുക. പിന്നെ അങ്ങോട്ട് പാപം ആവർത്തിക്കരുത്, ആദ്യത്തേത് പോലും ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല, അടിച്ചു കയറുക തിരിച്ചടി. ജീവിക്കണോ മരിക്കണോ എന്ന ഘട്ടത്തിൽ അവൻ രണ്ടാമത് കർത്താവിൻ്റെ അടുത്തേക്ക് ഒരു വരവ് വന്നു. യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ അവൻ കീഴടങ്ങി. ദൈവവചനത്തിന്റെ മുമ്പിൽ അവൻ മുട്ടുമടക്കി. അവൻ കർത്താവിന്റെ മുമ്പിൽ ധൂർത്തനെ പോലെ നിന്ന് നിലവിളിച്ച് അവൻ ആമേൻ പറഞ്ഞ് കർത്താവിനോട് കൂടെ ജീവിക്കാമെന്ന് അവൻ സമ്മതം എടുത്തപ്പോൾ തൊട്ട് ആ വ്യക്തി പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. അവൻ പറയുന്നു, ഇപ്പൊ എനിക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ട്. എനിക്ക് വലിയ സമാധാനമാണ്. എനിക്ക് അത്ഭുതം തോന്നി. ദാവീദിന് ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്ന് സ്വസ്ഥത കൊടുത്ത വചനം അവന്റെ ജീവിതത്തിൽ അങ്ങ് തഴച്ചു വളർന്ന് നിൽക്കുകയാണ് ഇപ്പോ. വലിയൊരു തിരിച്ചടിയാണ് അവന്റെ മേലിൽ നിന്ന് മാറിപ്പോയത്. അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ആത്മഹത്യ ചെയ്യും എന്ന ഘട്ടത്തിലാണ് ഞാൻ ദൈവവചനത്തിന് മുമ്പിലേക്ക് വന്നു കയറുന്നത്. ഇഷ്ടമുണ്ടായിട്ട് വന്നതൊന്നുമല്ല, എങ്ങടാ പോണെന്ന് പോലും എനിക്കറിയില്ല. പ്രിയപ്പെട്ടവരെ, വചനം നിവൃത്തിയാവും. എഴുതി വച്ചിരിക്കുന്ന നിയമങ്ങള്, മോശയുടെ നിയമം വഴി നീതീകരണം ലഭിക്കാനാവാത്ത കാര്യങ്ങളുണ്ട്. ഇതിന്റെ മേല് അവൻ വഴി അവയിൽ നീതീകരണം ലഭിക്കും. വിശ്വസിക്കുന്നവർക്ക് യേശു ക്രിസ്തുവിന്റെ ഉത്ഥാനം ഇത് എനിക്ക് പിതാക്കന്മാർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന അവകാശം, അനുഗ്രഹം, ഇതെനിക്ക് തരാൻ വേണ്ടിയിട്ട് എൻ്റെ കർത്താവ് എനിക്ക് തരാൻ വേണ്ടിയിട്ടാണ് മരിച്ചതും ഉത്ഥാനം ചെയ്തതും. ഈ ഒരു ഉറപ്പുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നമ്മുടെ ഉദ്ധിതനായ കർത്താവിൻ്റെ സമൃദ്ധി ഓരോ ചുവടുവയ്പ്പിലും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഓരോ ചുവടുവയ്പ്പിലും ധൂർത്തൻ തിരിച്ചു വരുന്നുണ്ടല്ലോ. അവൻ ഏറ്റുപറഞ്ഞു. അവൻ്റെ ജീവിതത്തിൽ നോക്കുക, ദാരിദ്ര്യം അവസാനിക്കുന്നു. തവിട് തിന്നാൻ പോലും കിട്ടാതിരുന്നവന് കാളയെ കൊന്ന് വിരുന്നൊരുക്കുന്നു. ദാസനാകാൻ വന്നവന് അവകാശം തിരിച്ചു കിട്ടുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവുണ്ടല്ലോ, ഈ വലിയ ശക്തമായ മോശയുടെ
നിയമം വഴി നീതീകരണം ലഭിക്കാനാവാത്ത കാര്യങ്ങളിൽ നിന്നും നമുക്ക് വിടുതൽ തരിക. അറിഞ്ഞോ അറിയാതെയോ നിയമം ലംഘിച്ചാൽ അവന് മരണം ഉറപ്പാ. അറിഞ്ഞോ അറിയാതെയോ നിയമം ലംഘിച്ചാൽ അന്ന് മരണം ഉറപ്പാണ്. ലേവ്യരുടെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, പിന്നെ രക്തത്തിൽ നിന്നുള്ള ശുദ്ധീകരണത്തിനായി അവൾ 33 ദിവസം കാത്തിരിക്കണം. ഒരു കുഞ്ഞ് ജനിച്ചാൽ 33 ദിവസം ശുദ്ധീകരണ ദിവസങ്ങൾ കഴിയുന്നത് വരെ വിശുദ്ധ വസ്തുക്കൾ സ്പർശിക്കുകയോ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുകയോ അരുത്. ഒരു വ്യക്തിയെക്കുറിച്ച് പറയാണ്, ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ സ്ത്രീയുടെ അവസ്ഥയാ പറയുന്നത്. പെൺകുട്ടിയാണെങ്കിൽ 66 ദിവസം ശുദ്ധീകരണത്തിന് കാത്തിരിക്കണം, ആൺകുട്ടിയാണെങ്കിൽ 33 ദിവസം എഴുതി വച്ചിരിക്കുക. ഇതിനിടയിൽ എങ്ങാനും വിശുദ്ധ വസ്തുക്കൾ സ്പർശിക്കുകയോ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുകയോ ചെയ്താൽ അത് വലിയ കുഴപ്പമുണ്ടാക്കും. അതെങ്ങനെ അറിയാമെന്നറിയോ? നമ്മൾ കാണുന്നുണ്ടല്ലോ സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തില്, വാഗ്ദാന പേടകത്തെ അനാദരവായി തൊട്ടവൻ തട്ടിപ്പോയി. ഉസ്സാ കൊല്ലപ്പെട്ടത് അനാദരവോടെ കർത്താവിന്റെ പേടകത്തെ ഒന്ന് തൊട്ടതാ. അനാദരവോടെ തൊട്ടവന്റെ കാര്യം അങ്ങനെയാണെങ്കിൽ അശുദ്ധിയോടെ തൊട്ടവക്കടെ കാര്യം എവിടെ പോയി നിൽക്കും? പ്രിയപ്പെട്ട ദൈവജനമേ, ഇവിടെയാണ് ക്രിസ്തു ഇതിനൊരു നീതീകരണം ഉണ്ടാക്കി തരുന്നത്. രക്തസ്രാവക്കാരി യേശു ക്രിസ്തുവിന്റെ വസ്ത്രത്തിൽ തൊട്ടു, അവൾ മരിച്ചില്ല. മോശയുടെ നിയമം വെച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം അവൾ തീരണം, ആദ്യം അവൾ അവസാനിക്കണം. പക്ഷെ ദൈവം ഇതിന്റെ മേലൊരു അധികാരം അവിടെ പ്രഖ്യാപിക്കുകയാണ്. അവൾക്കൊരു കുഴപ്പമുണ്ടായിരുന്നു മാത്രമല്ല, രോഗശാന്തി ലഭിക്കുകയാണ്. മോശയുടെ നിയമം വഴി നീതീകരണം ലഭിക്കാനാവാത്ത കാര്യം യേശു വഴി നീതീകരണം ലഭിക്കുകയാണ്. അറിഞ്ഞോ അറിയാതെയോ എങ്ങാനും ചെയ്യുന്ന പ്രവൃത്തി നിയമലംഘനമാണെങ്കിൽ മരണ ഉറപ്പ്. അതല്ലേ കാളയൊന്ന് ഇടറിയപ്പോ സഹായിക്കാൻ ചെന്നവനാ ഉസ, അവൻ അവിടെ മരിച്ചു വീഴുക. കാരണം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നാ പറയാം. പക്ഷെ അങ്ങനെ പോയ കാരുണ്യം എവിടെ നിവൃത്തിയാവും? ഈശോ കാരുണയുടെ ദൈവം ഇവിടെ അത് നടപ്പിലാക്കി തരിക. പ്രിയപ്പെട്ടവരെ, മത്തായി സുവിശേഷം 18 വചനം ഒന്നുകൂടെ ഓർത്തോണേ. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. എല്ലാ അധികാരവും. ലേവ്യരുടെ പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുകയാണ്, മന്ത്രവാദികളോ കൂടോത്രക്കാരോ ആയ സ്ത്രീപുരുഷന്മാർ മരണശിക്ഷ അനുഭവിക്കണം. അവരെ കല്ലെറിഞ്ഞു കൊല്ലണം. അവരുടെ രക്തം അവരുടെ മേൽ പതിക്കട്ടെ. മന്ത്രവാദികളോ കൂടോത്രക്കാരോ ആയ സ്ത്രീപുരുഷന്മാർ അവർ മരണശിക്ഷ അനുഭവിക്കണം. അവരെ കല്ലെറിഞ്ഞു കൊല്ലണം. അവരുടെ രക്തം അവരുടെ മേൽ പതിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തനം 19-ാം അധ്യായം 17-18 തിരുവചനം പറയുന്നു, കർത്താവായ യേശുവിൻ്റെ നാമം കൂടുതൽ പ്രകീർത്തിക്കപ്പെടുകയും ചെയ്തു. കൂടാതെ വിശ്വാസം സ്വീകരിച്ച പലരും വന്ന് തങ്ങളുടെ ദുർനടപടികൾ ഏറ്റുപറഞ്ഞ് കുറ്റം സമ്മതിച്ചു. ക്ഷുദ്രപ്രയോഗം നടത്തിയിരുന്ന അനേകം ആളുകൾ തങ്ങളുടെ ഗ്രന്ഥ ചുരുളുകൾ കൊണ്ടുവന്ന് എല്ലാവരും കാണെ അഗ്നിക്കിരയാക്കി. കണ്ടോ, മന്ത്രവാദം ക്ഷുദ്രവിധി ചെയ്തിരുന്നവരൊക്കെ അവിടെ കർത്താവിൻ്റെ അഭിഷിക്തരുടെ മുന്നിൽ കൊണ്ടുവന്ന് തങ്ങളുടേതായ ഉപകരണങ്ങളെല്ലാം കൊണ്ടുവന്ന് ചുരുളുകളൊക്കെ കൊണ്ടുവന്ന് അവിടെ അഗ്നിക്കിരയാക്കുകയാണ്. വാസ്തവത്തിൽ അവർ വരുമ്പോൾ തന്നെ കല്ലെറിഞ്ഞു കൊല്ലണം. ഈ നിയമം അനുസരിച്ച് അവരവിടെ തീരേണ്ടതാ. പക്ഷെ ഇവിടെയാണ് നമ്മുടെ കർത്താവിൻ്റെ വലിയ കരുണ ഒഴുകിയിറങ്ങുന്നത്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൻ്റെ കാരുണ്യത്തെപ്പറ്റി, യേശു ക്രിസ്തുവിൻ്റെ ഉദ്ധിതനായ അവൻ്റെ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയെപ്പറ്റി തിരിച്ച് മുഴുവനായിട്ട് അറിഞ്ഞാൽ ഒരു വ്യക്തിക്ക് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റുകയില്ല, അവൻ ദേവാലയത്തിൽ നിന്ന് ഇറങ്ങുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് ശിമയോനും അന്നായും ഒക്കെ ദേവാലയത്തിൽ നിന്ന് പുറത്തോട്ടിറങ്ങാൻ നിന്നത്. അവർക്ക് പോകാൻ വേറെ ഇടയില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഈ കാരുണയുടെ ഈ സമൃദ്ധിയിൽ നിന്ന് എപ്പോഴും അതിൻ്റെ അവകാശമായി മാറാനുള്ളൊരു ആഗ്രഹം അവർക്ക് അങ്ങനെ തിങ്ങി നിറഞ്ഞത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ലഭിച്ച തിരുവചനത്തെ ഓർക്കുക. അപ്പസ്തോല പ്രവർത്തനം 13:33 പിതാക്കന്മാർക്ക് നൽകിയിരുന്ന വാഗ്ദാനം യേശുവിനെ ഉയർപ്പിച്ചുകൊണ്ട് ദൈവം മക്കളായ നമുക്ക് നിറവേറ്റി തന്നിരിക്കുന്നു. ഒരു നിമിഷം നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കുക. നിങ്ങളെ ഓരോരുത്തരെയും ദൈവകരങ്ങളിലേക്ക് കൊടുക്കുക. നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ, ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന രോഗപീഠകൾ, ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടാതെ പോകുന്ന സ്വസ്ഥത, സമാധാനം, ഇതിൻ്റെയൊക്കെ മേൽ അധികാരം സ്ഥാപിച്ചിരിക്കുന്നത് ആരായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ഏതുമായിക്കൊള്ളട്ടെ, അബ്രാഹം, ദാവീദ് തുടങ്ങിയവർക്കൊക്കെ, പിതാക്കന്മാർക്കൊക്കെ കൊടുത്തിരിക്കുന്ന ആ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണം നമ്മുടെയും കൂടെ അവകാശമാണ്. അതുകൊണ്ട് നമ്മളെ തന്നെ പരിപൂർണമായി വിട്ടുകൊടുത്തിട്ട് വിശ്വസിക്കണം. നമ്മുടെ കർത്താവ്, നമ്മുടെ ക്രിസ്തു നമുക്ക് വേണ്ടി സഹിച്ചതും ഉദ്ധിതനായതും ഈ അവകാശം തരാനാ.
ദാവീദിന് വാഗ്ദാനം ചെയ്യപ്പെട്ട വിശ്വസ്തവും വിശുദ്ധമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഞാൻ തരും, നിങ്ങൾക്ക് ഞാൻ തരും. കണ്ണടച്ച് പ്രിയപ്പെട്ട ദൈവജനമേ ഒന്ന് വിലയിരുത്തുക. ദാവീദിന് നൽകപ്പെട്ട വിശ്വസ്തവും വിശുദ്ധവുമായ അനുഗ്രഹങ്ങൾ എനിക്ക് നൽകുന്ന എന്നോട് കരുണയുള്ള കർത്താവെ, അങ്ങയോട് ഞാൻ നന്ദി പറയുന്നു. അങ്ങയോട് ഞാൻ നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ അവകാശിയായി ഈ മണിക്കൂറുകളിൽ എന്നെ നയിക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഈ അവകാശത്തിൽ നിന്ന് ഇടംബലം തിരിയാതെ നിന്നോടൊപ്പമായിരിക്കാൻ എന്നും എപ്പോഴും എന്നെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. ആമേൻ.